ഹേ ഓൾ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 9:30 എണീറ്റ് താഴേക്ക് ഇറങ്ങി. ഇവാന് നല്ല ഉറക്കത്തിലാണ്. മെയിനായിട്ട് അവളിപ്പോൾ 1 മണി 1:30 ഉറങ്ങുമ്പോൾ, അതുകൊണ്ടാണ് നല്ല ലേറ്റായിട്ട് എണീക്കുന്നത്. ഞാൻ താഴേക്ക് വരുമ്പോഴേക്കും ഉമ്മ എല്ലാം ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ മേലേക്ക് കൊണ്ടുപോയ വെള്ളവും കാര്യങ്ങളൊക്കെ കപ്പ് താഴേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നീർദോശ തന്നെയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ടാണ് ആദ്യമായിട്ട് ഞാൻ അത് കഴിക്കുന്നതും കാണുന്നതും. തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇത് വളരെ റെയറായിട്ട് ഉണ്ടാക്കാറുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ഇത് ഉണ്ടാക്കാറുണ്ട്. എനിക്കിത് ഉണ്ടാക്കാൻ ഒട്ടും അറിയില്ല. ഞാൻ വലിയ ആളെ പോലെ മാവ് ക്വാണ്ടിറ്റി വളരെ കുറച്ചിട്ടാണ് എടുത്തത്. അതുകൊണ്ട് രക്ഷപ്പെട്ട് ഒന്നും സെറ്റായില്ല. എന്താ പറയുക, എന്തോ ഒരു ഷേപ്പായി, ഭയങ്കര കട്ടിയായി പോയി. അങ്ങനെ ആദ്യത്തെ അറ്റംപ്റ്റ് എൻ്റെ പൊട്ടി പാളീസായി. പിന്നെ അനിയന് ഭയങ്കര പനിയാണ് കേട്ടോ. അപ്പോൾ അവനക്ക് ഞാൻ പേരയുടെ ഇലയും ഇഞ്ചിയും ശർക്കര ഒക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കൊടുത്താൽ പെട്ടെന്ന് പനി മാറും. എനിക്കങ്ങനെ മാറാറുണ്ട്. പിന്നെ ഞാൻ ഉമ്മാനെ വിളിച്ചു. ഉമ്മാക്ക് ഇതിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ മനസ്സിലായപ്പോൾ ഉമ്മയാണ് പിന്നെ എനിക്ക് ചുട്ടുന്നത്. അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു, ഗ്യാസ് ചൂടില്ലാത്തതുകൊണ്ടാണ്, ഇത് നല്ല ചൂടുണ്ടായാലാണ് ആ ഹോള് കറക്റ്റ് വരുള്ളൂ പറഞ്ഞു. എൻ്റെ ആദ്യത്തെ ദോശയുടെ കോലം കണ്ടില്ലേ, എടുക്കാൻ തന്നെ കിട്ടിയിരുന്നില്ല ശരിക്ക്. പിന്നെ ഉമ്മയാണ് കേട്ടോ സെറ്റാക്കിയത്. ഇവരൊഴിക്കുമ്പോൾ എന്താണെന്നറിയില്ല, കറക്റ്റ് ആ ഷേപ്പിൽ വരും. പെർഫെക്റ്റ് ടേസ്റ്റുമാണ്. ഞാൻ ഉണ്ടാക്കിയത് പകുതി ഭാഗമൊന്നും ഹോള് വരാണ്ട് ഇങ്ങനെ പത്തിരി പോലെ നിൽക്കുകയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, കറക്റ്റ് ആ ഷേപ്പിൽ ബാലൻസ്. ഒറ്റ ഒരു കോരി ഒഴിച്ചാൽ തന്നെ കറക്റ്റ് റൗണ്ട് കിട്ടും. ഞാനിത് ഗൾഫിൽ പോകുമ്പോൾ അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഞാനത് ചെയ്തപ്പോഴും ഇതിങ്ങനെ ആയിട്ടില്ല. കണ്ടോ, കറക്റ്റ് ഹോള്. രണ്ടാമത്തെ അറ്റംപ്റ്റും ഞാൻ തന്നെയാണ് ചെയ്യണത്. ഉമ്മ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഇനി കുറച്ച് മാവേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത് ഒഴിച്ചു. ചൂട് കറക്റ്റ് ഉള്ളതുകൊണ്ട് റൗണ്ടായില്ല, എന്നാലും കണ്ടോ കംപ്ലീറ്റ് ഹോള് വന്ന് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് ലാസ്റ്റ് ദോശ ഉമ്മ തന്നെയാണ് സെറ്റാക്കിയിട്ടുള്ളത്. പിന്നെ ഞാനിത് ഇവർക്ക് കൊടുക്കുക കുറച്ച് മിൽക്ക് പൗഡറും പിന്നെ പഞ്ചസാര ഇട്ടിട്ടാണ്. കറി ഇവാനിന് ഇഷ്ടമില്ല, കാരണം എരിവൾക്ക് തീരെ പറ്റില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പാലിൻ്റെ ആ ടെക്സ്ചർ കിട്ടുമല്ലോ. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അവർക്ക് ദോശ കൊടുക്കാറ്. ഞാൻ 3 ദോശയാണ് എടുത്തിട്ടുള്ളത്, 2 ആൾക്കും കൂടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഹയാന് കുറച്ച് ഫുഡ് കഴിച്ചിട്ടാണ് അവളെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വലിയ കഴിക്കുമെന്ന് തോന്നിയിരുന്നില്ല, പക്ഷേ അവനക്ക് ദോശ നല്ല ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട്. 2 ആളും അടിപൊളിയായിട്ട് കഴിച്ചേ. ഇവാനിന് പിന്നെ എന്ത് കൊടുത്താലും ഒപ്പം ഫോണും വേണം. ഈവൻ മിഠായി കൊടുത്താൽ പോലും അവൾക്ക് ആ ഫോൺ വേണം. അവളെ കണ്ണ് ഫുള്ള് ആ ഫോണുമേലായിരിക്കും. ഞാൻ ചീത്ത പറഞ്ഞിട്ട് പേടിച്ചിട്ടാണ് എടുക്കാതിരിക്കുന്നത്, എന്നാലും കൈ അവളത് ഫോണുമൊക്കെ തന്നെയാണ് പോണത്. 2 ആളും ഫുഡ് ഫിനിഷ് ആക്കിയ സ്ഥിതിക്ക് 2 ആളും ഒരു ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോൾ ഹയാനാണ് ഇവിടെ തുടങ്ങിയത്. അങ്ങനെ ഇവാനും കളിച്ച്. പിന്നെ ഇവിടെ കുറേ പച്ചമഞ്ഞളുടെ പൊടിയും പിന്നെ ഓറഞ്ച് ഉണക്കി പൊടിച്ചിട്ട് ഉമ്മ തന്നെ വീട്ടിൽ പൊടിച്ച പൊടിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇന്നത്തെ ഡേ കംപ്ലീറ്റ് എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡേ തന്നെയായിരുന്നു. ഞാൻ എൻ്റെ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ നോക്കണ ഒരു ഡേ തന്നെയായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ ഡബിൾ ബോയിലിംഗ് ചെയ്ത്, വെളിച്ചെണ്ണ ഡബിൾ ബോയിലിംഗ് അല്ല നേരിട്ടിട്ട് കുറച്ച് ഉലുവ പൊട്ടിച്ചിട്ട് ഇവാനുവിനും പിന്നെ എൻ്റെ തലയിലും ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഹാഫ് ആൻ അവറിന് ശേഷം കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും ഹയാന് പോയിണ്ടായിരുന്നു കേട്ടോ. ഹയാൻ്റെ ഉമ്മച്ചി വന്നപ്പോൾ ഹയാന് നേരത്തെ എണീറ്റുണ്ടായിരുന്നു പറഞ്ഞില്ല. അപ്പോൾ അവന് ഈ സമയത്താണ് ഉറങ്ങാറ്. അപ്പോഴത്തേനും ഹയാന് പോയപ്പോൾ ഇവളെ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹയാന് ഇനി ഉറങ്ങി എണീറ്റ് വരുമ്പോഴേക്കും ഇവളെ കാര്യങ്ങളൊക്കെ കഴിയില്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവൾക്ക് ഓയിൽ തയ്ക്കാൻ പിന്നെയും കുഴപ്പമില്ല. മറ്റേ ഈ പൗഡറുകൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഉറപ്പാണ്. അപ്പോൾ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു ഇവരെ ബീട്രൂട്ടിൽ. അപ്പം ഞാനത് എന്തായാലും എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡേ തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള ബീട്രൂട്ട് പൗഡറിൽ ഞാൻ തന്നെ മിക്സ് ചെയ്തിട്ട് ഞാൻ തന്നെ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ഫേസിലിടാണേ. ഇവരേൽ ഇത് ബാലൻസ് ഇല്ലെങ്കിലും ഞാൻ എന്തായാലും ഇന്ന് എനിക്കൊരു സ്കിൻ കെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവർക്ക് ഞാൻ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തത്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഒരു 3-2 മിനിറ്റ്സ് പോലും ഇവർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഒന്ന് അടിച്ചു വാരുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അടിച്ചു വാരണം. പിന്നെ കിടുന്ന ബെഡും കാര്യങ്ങളും ഒക്കെ ഒന്ന് പൊടി തെറ്റി സെറ്റാക്കാണ്ടായിരുന്നു. ഇവാനൊക്കെ കുളിച്ച് സെറ്റാക്കി കട്ടിൽമ കൊണ്ടിരുത്തിയിട്ടുണ്ട്. ഇനി എൻ്റെ ഫേസ് പാക്കിൻ്റെ ഈ ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു 25 മിനിറ്റാണ് കേട്ടോ ഫേസിലിട്ടിട്ടുണ്ടായിരുന്നത്. സമയം കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 12 മണി ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. എനിക്ക് പിന്നെ ഈ റംസാൻ ആയതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ സുഖമാണ്, നമുക്ക് സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ ഓതാനും നിസ്കരിക്കാനൊക്കെ ഉണ്ട്. ഞാൻ ഇതിൽ പറയണത് എനിക്ക് നല്ല റിസൾട്ടുള്ളൊരു ഫേസ് പാക്ക് ആണെന്നാണ് കേട്ടോ. അതിനുശേഷം ഞാൻ കുളിച്ച് ഞാനിന്ന് തല വാഷ് ചെയ്യാണ്ട്, കാരണം ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ സ്കിൻ കെയറിലേക്ക് ഞാൻ കിടക്കുകയാണ്. കാര്യമായിട്ടുള്ള സ്കിൻ കെയർ ഒന്നുമില്ല. ഞാനൊരു വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാറുണ്ട്, 2 ടൈംസ് യൂസ് ചെയ്യാറുണ്ട്. ഇതെൻ്റെ ഓൾമോസ്റ്റ് കഴിയാനായി വരുന്നില്ല ഒന്നും. അടുത്ത് ഓർഡർ ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. ഞാനിത് ഇക്കാടെ അടുത്ത് പോകുമ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു സിറാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഒരു വ്ളോഗായിട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്കിന്നിൽ ഒരുപാട് പിമ്പിൾ വരുന്ന ഒരു ടൈപ്പ് സ്കിന്നാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ സിറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ടോണർ അപ്ലൈ ചെയ്യാറുണ്ട്. എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ ചെയ്താൽ ഒരുവിധം പിമ്പിൾസിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഞാനിങ്ങനെ തന്നെ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അധികം ഇങ്ങോട്ട് പിമ്പിൾസ് എൻ്റെ കയ്യിൽ വരാറില്ല. ഞാൻ ആയുറിൻ്റെ
ടോണറാണ് കേട്ടോ യൂസ് ചെയ്യാറ്. പിന്നെ ഒരു സൺസ്ക്രീൻ ഇടാറുണ്ട്. അതിപ്പോൾ എല്ലാവരും യൂസ് ചെയ്യണതല്ല ഇന്നത്തെ കാലത്ത്. ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ മഴ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മഴ വല്ലപ്പോഴൊക്കെ വീക്കിലി 1 ടൈമൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ. ഞാൻ ഈ സൺസ്ക്രീന് അധികം അങ്ങോട്ട് മുഖത്തേക്ക് യൂസ് ചെയ്യാറില്ല. ഇതിൻ്റെക്ക് സ്മെല്ല് തീരെ പറ്റാറില്ല. അപ്പോൾ ഞാൻ അടുത്ത സൺസ്ക്രീൻ വാങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. ബാക്കിയുള്ള ഞാൻ കൈയും കാലിലും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. ഞാൻ വളരെ ക്വാണ്ടിറ്റി കുറച്ചിട്ടാണെന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ അടിപൊളി കഴിഞ്ഞ് അങ്ങനെ ഇന്നത്തെ കൂളിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവാനെ ഞാൻ കുളിപ്പിച്ചിട്ട് ജസ്റ്റ് ഒരു പമ്പേഴ്സ് ഇട്ടിട്ട് ഫോണായിട്ട് കിടത്തി. എന്നാലേക്ക് കുളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ഒന്ന് ഉറങ്ങണം. പിന്നെ നിസ്കരിക്കാണ്ട് പിന്നെ കുറച്ചൊന്ന് എഡിറ്റ് ചെയ്യാണ്ട് അത് കഴിഞ്ഞിട്ട് വേണം താഴെ പോകാൻ. അങ്ങനെ എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങി. ഇതിനിടയ്ക്ക് ഒരു ഉറക്കം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ താഴേക്ക് ഇറങ്ങിയത്. പിന്നെ കുറച്ച് നാളികേരം ചിരക ഉണ്ടായിരുന്നു. ഇന്ന് ഞാനൊരു വെറൈറ്റി ഡിഷാണ് കേട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ കറിയുടെ അരപ്പ് ഞാൻ തയ്യാറാക്കി വെച്ച്. അതിന് മുൻപ് ഞാൻ വേറൊരു അരപ്പും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല ജീരകം, പട്ട, കറിയാമ്പൂ അങ്ങനത്തെ ഐറ്റംസും പിന്നെ ഒരു സവോള ഇട്ടിട്ട് വഴറ്റിയിട്ട് ഒരു കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഞാൻ മുൻപ് തയ്യാറാക്കി വെച്ച അരപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. തൈരും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും തമ്മിൽ അരച്ചിട്ടുള്ളതാണ്. ഇത് ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ലാന്ന് സത്യത്തിൽ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഭയങ്കര പുളിയായിരുന്നു. പിന്നെ ഒരു സമാധാനം ഞാൻ മാത്രമേ കഴിക്കാനുള്ളൂ. അവർക്കുള്ള കറി അവർ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഉള്ളതെന്ന് പൊട്ടറ്റോ കറിയാണ് കേട്ടോ. എനിക്ക് പൊട്ടറ്റോ കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടില്ല. 2 ദിവസമായിട്ട് വെള്ളക്കടല സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഉണ്ടാക്കണം എന്ന് വിചാരിക്കും, പക്ഷെ മടി പിടിച്ചിട്ട് ഉണ്ടാക്കാറില്ല. അങ്ങനെ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച ആരപ്പും കൂടി മിക്സ് ചെയ്തപ്പോൾ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര വേറൊരു തരം പുളിയായിരുന്നു കേട്ടോ. ഞാനിതുവരെ ഉണ്ടാക്കി നോക്കാത്തൊരു ഡിഷാണ് ബട്ടൂറ. അപ്പോൾ അതിൻ്റെതും ഞാൻ കൂടി ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് സേമിയ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മ സമൂസ പൊരിക്കുന്നുണ്ട്. ഒരു 6 എണ്ണ പൊരിച്ചിട്ടുള്ളൂ. കാരണം ഉമ്മാക്ക് ഇഷാമിന് മാത്രമല്ല വേണ്ടു, എനിക്ക് വേണ്ടല്ലോ. അങ്ങനെ ഞാൻ ബട്ടൂറ വരത്താണ്. എന്നിട്ട് ഞാനും കുറച്ച് ബട്ടൂറ ഉണ്ടാക്കുന്നുള്ളൂ. എനിക്കിത് കഴിക്കാൻ പറ്റില്ല. ഉമ്മാക്കും എനിക്ക് മാത്രം ഇത് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനിത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ കുറേ നാളായി ഉണ്ടാക്കണം വിചാരിക്കണം. അപ്പോൾ ഇന്നങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യണതാണ്. ആദ്യം ഞാൻ ചെറിയ ബോൾസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എല്ലാം കൂടിയിട്ട് വലിയ ബോൾസാക്കി വലിയ റൗണ്ട് ആക്കിയിട്ട് ഞാൻ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് അത്യാവശ്യം ഒരു കട്ടിയുള്ള ഒരു ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഫ്രൈ ചെയ്തെടുത്തപ്പോൾ ആദ്യത്തെ നല്ല സക്സസ് ആയി, രണ്ടാമത്തെ നല്ല സക്സസ് ആയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നാണ് കേട്ടോ ഇവർ പറഞ്ഞത്. ഞാൻ മിൽക്കോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാണ്ട് തൈര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ക വെജിറ്റേറിയൻ ബട്ടൂറയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നോമ്പ് തുറക്കാനുള്ള സമയമായി. മുന്തിരി ജ്യൂസും പിന്നെ സേമിയ പായസം പിന്നെ ബട്ടൂറ പിന്നെ ചെന്ന മസാല. ഇത് വായ വയ്ക്കാൻ പറ്റില്ല, വേറെ കാര്യം. പിന്നെ സമൂസ അതിൻ്റെ പകുതി ഇവാനും എടുത്തിട്ടുള്ളതാണ്. പിന്നെ മുന്തിരി, വാട്ടർമെലോൺ, ഡേറ്റ്സ്. അതിനിടയ്ക്ക് ഇവാനും ഷോക്കേഴ്സിൽ എന്തോ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പോഴേക്കും വേഗം പോയിട്ട് പുട്ടുണ്ടാക്കി. എനിക്ക് പുട്ടും പിന്നെ കടലക്കറിയും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. കുഴപ്പമില്ലായിരുന്നു, വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ അധികം കഴിച്ചില്ല. പിന്നെ ഞാൻ ഒരു ആപ്പിളാണ് കേട്ടോ എടുത്ത് കഴിച്ചത്. സത്യം പറഞ്ഞ ഇന്നത്തെ വർക്കൗട്ടിൻ്റെ വീഡിയോയും ടൈമൊന്നും ഞാൻ എടുക്കാൻ വിട്ടുപോയി. ഞാൻ അച്ചാറും കൂടി കഴിക്കുന്നുണ്ട് ടച്ചിങ്സ് ആയിട്ട്. അപ്പോൾ ഇന്ന് പറയണ പോലെ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.